ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളോട് ഒഴിയാൻ നോട്ടീസ് നൽകി. നവീകരണത്തിന്റെ ഭാഗമായി ശോചനീയാവസ്ഥയിലുള്ള നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയാണ്. 7 കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് പഴയ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നത്. 1995 ആരംഭിച്ച 3 നില കെട്ടിടത്തിന്റെ താഴ്ഭാഗം വ്യാപാര സ്ഥാപനങ്ങൾ, മുകളിലെ നിലകളിൽ ട്രഷറി, കൃഷിഭവൻ, സഹകരണ ബാങ്ക്, ഹോട്ടൽ, പഞ്ചായത്ത് ഓഫീസ് എന്നിവ പ്രവർത്തിച്ചിരുന്നു. 40 വർഷങ്ങൾക്കിപ്പുറം കെട്ടിടം ശോച്യാവസ്ഥയിലായതോടെയാണ് നവീകരിക്കുന്നത്. കോൺക്രീറ്റുകൾ അടർന്നു വീണും കാട് കയറിയും ഏതു നിമിഷം നിലം പതിക്കാവുന്ന സ്ഥിതിയിലായി. അതുകൊണ്ട് തന്നെ 2 നിലകളും അടച്ചിട്ടു. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളെ മാറ്റാനും നോട്ടീസ് നൽകി. എന്നാൽ വ്യാപാരികളും ചില ആശങ്കകൾ നഗരസഭയോട് പങ്കുവച്ചിട്ടുണ്ട്. 30 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന വ്യാപാരികളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായി പണിയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ തങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ യോഗവും നഗരസഭ വിളിച്ചു ചേർത്തു. 40 സെന്റ് സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം. വായ്പയെടുത്താണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഭാഗമായുള്ള DPR തയ്യാറായി. വായ്പയെടുക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഹഡ്കോയിൽ നിന്നാണ് വായ്പയെടുക്കുന്നത്. 3 നില കെട്ടിടത്തിൽ വിശ്രമമുറി, ശുചിമുറികൾ, കമ്മ്യൂണിറ്റി ഹാൾ, ലിഫ്റ്റ് സൗകര്യവും ലക്ഷ്യമിടുന്നുണ്ട്. മേൽക്കൂര മേഞ്ഞ ബസ് സ്റ്റാൻഡ് യാർഡും ക്ലോക്ക് ടവറും പുതിയ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.